റാം നാരായൺ റാം. നമുക്ക് അറിയാൻ കഴിയുന്നതാണ് എങ്ങനെ തന്മയനാകുന്നു, എങ്ങനെ ലോകത്തിലെ രസങ്ങളെ അനുഭവിക്കുകയും അനുഭവങ്ങളിൽ ആഴമേറുകയും ചെയ്യാം. വിജ്ഞാനത്തിൻ്റെ സ്വരത്തിൽ കൂടുതൽ ഗൗരവത്തോടെ തന്മയനായി എല്ലാം അറിഞ്ഞുകഴിഞ്ഞാൽ എന്ത് അറിയാൻ കഴിയുന്നുവെന്ന് മനസ്സിലാക്കാം. എവിടെയോ ഒരു വിത്തുണ്ടെങ്കിൽ അവിടെ തന്നെ പൂവും ഫലവും ഉണ്ടാകും. ഫലത്തിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകും. നിങ്ങളിൽ ഓരോരുത്തരും വിത്തുകൾ, വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ. എല്ലാം എത്ര മനോഹരമാണ്. ഫാക്ടോറിയൽ. ഭഗവാനെ കണ്ടെത്തുന്നത് സാധാരണമായ കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്ങനെ കണ്ടെത്തും? നിങ്ങൾ ശാശ്വതമായ അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥ എങ്ങനെയാകും? ഇതാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരം തുടങ്ങിയ തലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അല്പദിവസങ്ങൾക്ക് മുൻപ് രഥയാത്ര നടന്നിരുന്നു. ഞങ്ങൾ ഔട്ട്സൈഡിൽ ബാംബുവിൽ നിർമ്മിച്ച രഥം വലിക്കുന്നത് കൊണ്ടുതന്നെ തിരക്കിലാണ്. ആ രഥം 7 തലങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ വേപ്പിൻ മരത്തിൽ നിർമ്മിച്ച ജഗന്നാഥനെ വച്ച് അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും സ്വയം രഥങ്ങളാണ്. ഞങ്ങൾക്കുള്ളിൽ ഈ തലങ്ങൾ ഉണ്ട്. ഓരോരുത്തരും സ്വന്തം രഥം വലിക്കുകയാണ്. പുറത്തെ രഥമില്ലാതെ പ്രവൃത്തി നടക്കില്ല. എല്ലാ മനസ്സുകളും ബുദ്ധിയും ഒന്നിച്ച് ഒരു സ്വരത്തിൽ ഒഴുകുകയാണ്. വീട്ടിൽ ഇത്രയും ഉള്ളപ്പോഴും തൃപ്തിയുണ്ടാകുന്നില്ല. റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. വഴിയരികിൽ പകവട, ബജ്ജി എന്നിവ കഴിക്കാതെ മനസ്സ് നിറയുന്നില്ല. ഉള്ളിലെ രഥത്തെ ഉപേക്ഷിച്ച് ഞങ്ങൾ പുറത്തുള്ള രഥത്തിൽ മാത്രമാണ് മുഴുകി കഴിയുന്നത്. രഥത്തിൻ്റെ ചക്രങ്ങൾ ശബ്ദത്തോടെ കറങ്ങുകയാണ്. ഇത് നമ്മുടെ രഥത്തെ മനസ്സിലാക്കാനായാണ്. നമുക്ക് ഭൂപടം നോക്കി ഭൂമിയെ മനസ്സിലാക്കാനുള്ള ശ്രമമുണ്ട്. എന്നാൽ ഇപ്പോൾ ഭൂപടത്തിൽ മാത്രം മടക്കിക്കുഴയുകയാണ്. ഭൂമിയുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നമ്മുടെ ദോലാപൂജയും ഇതുപോലെ ഒന്നൊന്നായി തലങ്ങളിൽ വെച്ച് നിർവഹിക്കുന്നു. ഞാനും നിങ്ങളും ഈ അനന്തമായ ശൂന്യതയിൽ കുലുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും രാധയും കൃഷ്ണനും ആയി മാറിയിരിക്കുന്നു. അനവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും തങ്ങളുടെ തൊട്ടിലിൽ കുലുങ്ങിക്കിടക്കുന്നു. ഈ സംയുക്ത ശക്തിയുടെ താത്പര്യം ശിവശക്തി എന്നാണ് അറിയപ്പെടുന്നത്.